PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഫാം വർക്കർ അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന ഇതിലേക്കുള്ള കാറ്റഗറി നമ്പർ 055/2022, 056/2022 കാറ്റഗറികളിലേക്ക് PSC നടത്തിയ, അതായത് 24/7/2024 ജൂലൈ നടത്തിയ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറൊക്കെ മനസ്സിലാക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഡി. മഹാരാഷ്ട്ര. 2. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ബി. ആനന്ദമഠം. 3. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് സി. ഗാന്ധിജിയാണ്. 4. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ബംഗാൾ എ. 5. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്, ബി ആണ്. 6. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ് ലക്ഷ്യപ്രമേയം, ഡോക്ടർ BR അംബേദ്കർ. 7. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ 1, 2, 4 ആണ്, മൂന്നാമത്തെ ഇല്ല, അപ്പോൾ സി ആണ് ആൻസർ. ഇനി 8. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അത് പാർലമെൻറ്റിൻ്റെയാണ്, ബി ആണ്. ഇനി 9. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അപ്പോൾ ബി ആണ് ഉത്തരം, 1ഉം 2ഉം. ഇനി 10. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഇത് പ്ലേറ്റോൻ്റെയാണ്, എ ആണ് ഉത്തരം. 11. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അത് ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ്, അപ്പോൾ എ ആണ് ഉത്തരം. 12. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അപ്പോൾ ഡി ആണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, രാമകൃഷ്ണപിള്ള. 13. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എ. തിരുവിതാംകൂറാണ്. ഇനി 14. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ബി ആണ് 1924 നവംബർ 1. 15. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? എ. EMS നമ്പൂതിരിപ്പാട്. 16. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? അതായത് 18, സി ആണ്. 17. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ബി. ധർമ്മേന്ദ്ര പ്രധാൻ. 18. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവന തന്നതിൽ മൂന്നാമത്തെ മാത്രമാണ്, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 19. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. അത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, അത് തന്നെയാണ് ഓർഡർ, അപ്പോൾ എ ആണ് ഉത്തരം. ഇനി 20. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? 4ാമത്തെയാണ്, അതായത് ബൊക്കോറോ, ഫ്രാൻസ് എന്നുള്ളത്, അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 21. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ തന്നേക്കണം 4 പ്രസ്താവനയിൽ 1ഉം 3ഉം 4ഉം ആണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 22. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ബി. ജവഹർലാൽ നെഹ്റുവിൻ്റെ. 23. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ? സുമൻ ബെറി, എ ആണ് ഉത്തരം. 24. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന്? ഡി. 2023 ആഗസ്റ്റ് 23. 25. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ നിന്ന് ഉൾപ്പെടുന്നത് കണ്ടെത്തുക. അത് 1ഉം 2ഉം 4ഉം ആണ്, അതായത് സി ആണ് ഉത്തരം. ഇനി 26. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. അപ്പോൾ 2ാമത്തെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നുള്ളതും താരതമ്യേന വീതി കൂടുതൽ എന്നുള്ള 4ാമത്തെയും, അതായത് സി ആണ് ഉത്തരം. ഇനി 27. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ തന്നതിൽ 2ാമത്തെയും 3ാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. 28. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക.
അത് മൂന്നാമത്തെ പാരദ്വീപും നാലാമത്തെ ഹാൽഡിയാണ്. ഡി ആണ് ഉത്തരം. 29 ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണയുടെയാണ്. എ ആണ്. 30 കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരി അല്ലാത്തത് കണ്ടെത്തുക. അത് ബി ആണ്. ചീയപ്പാറ, പത്തനംതിട്ട. ഇനി 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നേക്കണേൽ എല്ലാം ശരിയാണ്, 3 പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 32 കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയാണ്, മൂന്നാമത്തെ അല്ല. അപ്പോൾ ബി ആണ് ഉത്തരം. 33 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അത് രണ്ടാമത്തെയും നാലാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 34 കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അത് ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ, അപ്പോൾ എ ആണ്. ഇനി 35 താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? അത് ഒന്നാമത്തെ KD ഇർഫാനും രണ്ടാമത്തെ സിനി ജോസും നാലാമത്തെ അഞ്ജു ബേബി ജോർജും, അതായത് സി ഉത്തരം. 36 കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. അത് രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. കൊച്ചിയാണ് ആസ്ഥാനം എന്നുള്ളതും ഔദ്യോഗിക മത്സ്യം മത്തി എന്നുള്ളതും. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 37 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ, എ ആണ്. 38 താഴെ പറയുന്നവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ സി ആണ്, പത്തനംതിട്ട. 39 താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത 3 സി ആണ്. 40 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ആഗസ്റ്റ് 23, ഡി ആണ്. 41 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി SK വസന്തനാണ്, ബി ആണ് ഉത്തരം. 42 സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി എ കെടാവിളക്കാണ്. 43 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? സി വിരാട് കോഹ്ലി. 44 താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഈ 4 ഇതുണ്ട്, അപ്പോൾ ഡി ആണ്, ഇതൊക്കെ ശരിയാണെന്നുള്ളത്. 45 നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ പട്ടേലും VP മേനോനുമാണ്, സി ആണ്. 46 താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്, ബി ആണ് ഉത്തരം. 47 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? സി അറബിക്ക. 48 ISRO സ്ഥാപിതമായ വർഷം? എ 1969. 49 യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? അത് ബി ആണ്, കോഴിക്കോട്. 50 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? അത് ബീഹാർ, എ ആണ്. 51 ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ? ഡി 107 ആണ്. 52 സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം? അത് സി ആണ്, ആദിത്യ L1. 53 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? സി ചെവിയിലാണ്. 54 താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അവിടെ ഒന്നാമത്തെയും നാലാമത്തെയാണ് ശരിയായിട്ടുള്ളത്, അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 55 ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം? പൊക്കാളിയാണ്, എ. 56 കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്, ബി ആണ് ഉത്തരം. 57 ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും, ആര്? അത് ഉൽപാദകരാണ്, ഡി ആണ് ഉത്തരം. ഇനി 58 പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം അരുൺ അലോഷ്യസ് ആണ് എഴുതിയത്, ഡി ആണ്. 59 ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം? എ ആണ്, ബാർക്ക്. 60 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്, പിന്നെ താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. അപ്പോൾ 1ഉം 4ഉമാണ്, എ ആണ് ഉത്തരം. 61 താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അത് ബലം പാസ്കൽ എന്നുള്ളതാണ്, ഡി ആണ്. 62 അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്, ബി. 63 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഡി ആണ്, ബേക്കലൈറ്റ്. 64 കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? അത് രണ്ടാമത്തെ ദീർഘദൃഷ്ടിയും മൂന്നാമത്തെ വെള്ളെഴുത്തും, അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 65 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാര്? ടൊവിനോ തോമസ്, ബി ആണ്. 66 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? സി കോയമ്പത്തൂർ. 67 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ മാത്രമാണ് ശരി, അപ്പോൾ എ ആണ് ഉത്തരം.
ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണെന്നുള്ളത്. 68 അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? അത് സി ആണ്, മലമ്പനി. 69 ശരിയായ ജോഡി ഏത്? ഇവിടെ ക്ഷയം BCG എന്നുള്ള മാത്രമാണ്, എ ആണ് ഉത്തരം. 70 രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്, ബി ആണ് ഉത്തരം. 71 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ, ഡി ആണ്. 72 താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി മൃതസഞ്ജീവനി, ഡി ആണ്. 73 അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സി, കുഷ്ഠമാണ്. 74 നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയുള്ള വാഹജീവി വവ്വാലാണ്, ബി ആണ്. 75 ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗമാണ് വൈറസ്, ഡി ആണ്. 76 ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി അലോപ്പതിയാണ്, സി. 77 താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി വിമുക്തി തന്നെയാണ്, എ. 78 സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി, സി, മെഡിസെപ്പാണ്. 79 ശൈശവിവാഹം തടയുന്നതിന് ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക്, സി ആണ്. 80 മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ, ഡി ആണ്. ഇനി 81 മുതൽ മാത്സ് ആണ്. അപ്പോൾ 81ാമത്തേൻ്റെ ഉത്തരം സി ആണ്, 0. 82ാമത്തേൻ്റെ ആൻസർ ബി ആണ്, 36. 83 ഭിന്നസംഖ്യ ചെയ്ത് കൂട്ടിയ ഉത്തരം വരുമ്പോൾ 3/4 എ കിട്ടും. ഇനി 84 ഉത്തരം 4.8 കിലോമീറ്റർ, ഡി ആണ്. 85 നഷ്ടം ശതമാനം 6% എ ആണ്. 86 പരമാവധി ശേഷി 130 ലിറ്റർ, ബി ആണ്. ഇനി 87ൻ്റെ 1/1/4 വർഗ്ഗം ചോദിച്ചിരിക്കുന്നത് 25/16 ആണ്. അപ്പോൾ ഈ 1/1/4 ആദ്യം വിഷമഭിന്നാക്കണം. അപ്പോൾ 5/4 കിട്ടും. അതിൻ്റെ വർഗ്ഗം 25/16. 88 ഭിന്നസംഖ്യ ചെയ്യുമ്പോൾ 1.2 സി ഉത്തരം കിട്ടും. 89 5.25 കിലോഗ്രാമാണ് ഉത്തരം വരിക, ഡി ആണ്. 90 നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 150, ബി ആണ് വരിക. ഇനി 91 ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ 145 സി കിട്ടും. 92 ആ ശ്രേണിയുടെ വിട്ട ഭാഗം എ 56 ആണ്. ഇനി 93 ഒറ്റയാൻ എന്ന് പറയുന്നത് 4:65 സി ആണ്. 94ാമത്തേന് എത്ര പേരുണ്ടെന്നുള്ളതിന് ബി ആണ്, 5 പേര്. ഇനി 95 ഇപ്പോഴത്തെ വയസ്സ് അമ്മയുടെ 32 ആണ്, ബി ആണ്. ഇനി 96ന് DGNPക്ക് ഉള്ളത് ADKM ആണ്, ഡി ആണ് ഉത്തരം. ഇനി 97ാമത്തേന് ആ വിട്ടുപോയത് 13 എ ആണ്. 98 കൂട്ടത്തിൽ പെടാത്തത് 125/625 ആണ്, ഡി ആണ്. ഇനി 99 44 ബി ആണ്. ഇനി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏതെന്നുള്ളത് 100ാമത്തേന് സി ആണ്, പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന PSC പരീക്ഷയുടെ PSC തന്നിട്ടുള്ള, അതായത് ഫാം വർക്കർ എന്ന് പറഞ്ഞ പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കണ്ടെത്തി സാധിക്കുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ഇതാണ്. മാത്സും ഒക്കെ ആണെങ്കിലും എളുപ്പത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റണതുമാണ്. പിന്നെ സയൻസ് ചോദ്യങ്ങൾ, അതുപോലെ കറണ്ട് അഫെയർസ് എല്ലാം നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് പരീക്ഷ, അതായത് LDC LGS പോലെയുള്ളവർക്കൊക്കെ പഠിക്കാൻ നല്ല ചെയ്യാനൊക്കെ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതൊന്ന് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.